മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന അവസാന ശ്വാസത്തിൽ പോലും ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച വാക്ക് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. എന്തുകൊണ്ടാണ് ജൂത ക്രൈസ്തവന്മാരെ അല്ലാഹു ശപിക്കാനുള്ള കാരണം? ഇത്തഖദു, അവർ പണിതിരുന്നു, അവർ നിർമ്മിച്ചിരുന്നു, ഖുബൂറ അംബിയാഇഹിം, അംബിയാക്കളുടെ ഖബറിന്റെ മേലെ മസാജിദ, പള്ളികൾ നിർമ്മിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ അവസാനത്തെ ശ്വാസത്തിൽ ലോകം കണ്ട ഏറ്റവും നല്ല പ്രവാചകൻ തന്റെ ഉമ്മത്തിനോട് ബോധ്യപ്പെടുത്തി കൊടുത്തത് ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. ഈ മുഹമ്മദായ പ്രവാചകനായ ഞാനാണ് മരിക്കുന്നതെങ്കിൽ പോലും എന്റെ ഖബറിനെ നിങ്ങൾ ആരാധനാ സ്ഥലമാക്കി മാറ്റരുത്, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ സ്ഥലമാക്കി മാറ്റരുത്. എന്നിട്ടും മതിവരാത്ത പ്രവാചകൻ അള്ളാഹുവിന്റെ നേരെ കൈനീട്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തി. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ രക്ഷിതാവേ എന്റെ ഖബറിനെ ഒരിക്കലും നീ ആഘോഷത്തിന്റെ സ്ഥലമാക്കി മാറ്റരുതേ എന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് മുസ്ലിം ഉമ്മത്തിന് മാതൃക കാണിച്ചു കൊടുത്ത ആ പ്രവാചകന്റെ അനുയായികൾക്ക് ഒരിക്കലും ഒരു ജാറത്തിങ്കൽ പോയി പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല, ഒരു മഖബറ മൂടാൻ സാധിക്കുകയില്ല. മന്ത്രിച്ചോതുന്ന ഏലസിന് വേണ്ടിയോ ഊതിയെടുക്കുന്ന വെള്ളത്തിന് വേണ്ടിയോ ഒരു മുസ്ലിം സമൂഹത്തിന് ചെന്ന് ചേരാൻ പാടില്ല.